തിരക്കിട്ട ഓട്ടപ്പാച്ചിലിൽ ചോരനീരാക്കി പണിയെടുക്കുന്നവന് എങ്ങനെ കലാസപര്യക്ക് സമയം കിട്ടുന്നു എന്നല്ലേ? കളമശ്ശേരി കൂനന്തൈ സ്വദേശി മുഹമ്മദ് റാഫിയുടെ ജീവിതം ദുരിതങ്ങളുടെ ഭൂമികയായിരുന്നു. അവിടെ നിന്നുമാണ് 1000 വട്ടം കേട്ടുപഠിച്ചു പിന്നീട് പാടാൻ തുടങ്ങി. മല്ലർ മുല്ല വിരിഞ്ഞുള്ള മാനം കൊള്ളാൻ മംഗല പുതുമാരൻ ഇതാ വരുന്നേ, ഉല്ലാസ കാടൽ മോസ മാറിയുമ്പോൾ മാലർ തുള്ളി ഉന്മേഷ മാലർ മുല്ല വിരിഞ്ഞിടുന്നേ. മാപ്പിളപ്പാട്ടിലായിരുന്നു കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആദ്യമൊക്കെ വീട്ടിലിരുന്നും സുഹൃത്തുക്കളുടെ നിന്നും പാടുമായിരുന്നു. വിദേശത്തുള്ള സഹോദരിയുടെ ഭർത്താവ് നൽകിയ ബ്ലൂടൂത്ത് മൈക്കയിലൂടെയാണ് കരോക്കെ പരിശീലിച്ചത്. മാലപ്പാട്ടുകൾ, പടപ്പാട്ടുകൾ, പ്രണയകാവ്യങ്ങൾ, ഒപ്പനപ്പാട്ടുകൾ, കിസ്സപ്പാട്ടുകൾ, കെസ്സുപാട്ടുകൾ, കല്യാണപ്പാട്ടുകൾ തുടങ്ങിയ ഒട്ടേറെ മാപ്പിളപ്പാട്ടുകൾ കല്യാണ വീടുകളിലും മറ്റു വേദികളിലും പാടി ശ്രദ്ധയായി. കർബല ഭൂമി കരഞ്ഞിടുന്നേ, കഥയതു കണ്ട് കാറ്റും കാടൽ പോലും സ്തംഭിച്ചു നിന്നിടുന്നേ. ചിത്രമാലരാമ്പി ഫാത്തിമ തൻ്റെ പൊന്ന് ഹുസൈനലിയോരെ എത്ര കോടും ക്രൂരം ചെയ്തു സിയാതു വന്ന് റസൂലുള്ള മുത്തിമാണത്ത പൗത്രൻ സത്യപ്രകാശം മുത്തിത്തൂളും വീടും അഹ്ലുൽ ബൈത്തിന്റെ ഗോത്രം. മുഹമ്മദ് റാഫി കൂനന്തൈ കല്യാണ വീടുകളിൽ കൊട്ടിപ്പാട്ടുകളും പിന്നെ കരോക്കെ ഗാനങ്ങളും കോലുകളിക്ക് പാടാനൊക്കെ പോകുന്ന ഒരാളാണ്. വളരെ ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ ഞാൻ ജീവിച്ചു വന്ന ആളാണ്. പാട്ട് പഠിച്ചിട്ടില്ല. ഞാൻ കേട്ട് പഠിച്ചുള്ളതാണ്. മദ്രസകളിൽ പാടും, സ്കൂളിൽ പാടുമായിരുന്നു. സ്കൂളിലൊക്കെ പാടുമ്പോൾ അന്ന് ഫസ്റ്റൊക്കെ കിട്ടുമെന്ന്. അപ്പോൾ എവിടെയെങ്കിലും ചേർന്ന് പഠിക്കാൻ ടീച്ചർമാരും സാറന്മാരൊക്കെ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനൊന്നുള്ള സാഹചര്യം അന്നത്തെ അവസ്ഥ മോശമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഒന്ന് ഫ്രീ ആയപ്പോൾ ഇങ്ങനെ ഒരു മൈക്ക് എൻ്റെ വൈഫിൻ്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് ഒരു മൈക്ക് കൊണ്ടുവന്ന് അത് ഇങ്ങനെ അതിൽ കരോക്കെ ഇട്ട് പാടി പഠിച്ചാണ് ഇപ്പോൾ പരിപാടിയൊക്കെ പോകാറുണ്ട്. സിനിമ പാട്ടൊക്കെ പാടാറുണ്ട്. ഇപ്പൊ ഹിന്ദി പാട്ടും ഒക്കെ പാടാറുണ്ട്. മാപ്പിളപ്പാട്ടാണ് കൂടുതലും കല്യാണ വീടുകളൊക്കെ ഇഷ്ടം. പിന്നെ കല്യാണ വീടുകളിൽ നിന്നൊക്കെ വിളിക്കാറുണ്ട്. ഇപ്പൊ അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ മുട്ടാർ ഇഷൽ മെഹന്തി എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കൊട്ടിപ്പാട്ട് ട്രൂപ്പുണ്ട്. ഞങ്ങളുടെ ആശാൻ ജബ്ബാർ തോപ്പിലാണ് ആശാൻ. കോലുകളിക്ക് പാടുന്ന 35 എക്സ്പീരിയൻസ് ഉള്ള ആശാനാണ്. പിന്നെ ജലീലുണ്ട്, ഞാനുണ്ട്, പിന്നെ 3-4 വേറെ ഉണ്ട്, ഷമീർ, അഷ്റഫ്, എല്ലാവരും ഉണ്ട് പാട്ടിലുണ്ട്. അപ്പോൾ ഉപജീവനമാർഗം ഞാൻ വണ്ടി ഓടിക്കലാണ്. എനിക്ക് ഈ വണ്ടിയുണ്ട്, ഒരു പാസഞ്ചർ ഓട്ടോറിക്ഷയുണ്ട്. പിന്നെ മാറി ഓടിക്കും. പിന്നെ നേരത്തെ കാറൊക്കെ ഓടിക്കാൻ പോയിരുന്നു. ഇപ്പൊ ഈ വണ്ടി എടുത്ത് പിന്നെ അങ്ങനെ പോകാറില്ല. മനസ്സഖമിൽ മുഹബത്ത് പെരുത്ത് നിലവുകൾ കൊരുത്ത് മഹർമാല എടുത്ത് മധുമതിയാ മണിമങ്ക കിണങ്ങുവാൻ മണവാളനിത വരുന്നേ. മലർമിഴിയിൽ കനവുകൾ ഉതിർത്ത് തളിർമനം തുടിത്ത് തൂകിൽ ഞൊറിഞ്ഞൊടുത്ത് മണമിയലും അറയ്ക്കകം തന്നിൽ പുത്തൻ മണവാട്ടി കുണുങ്ങി നിന്നേ. തളിർമുല്ല വിധാനിച്ച മണിയറയിൽ പുതുമാരനണഞ്ഞിടും സുദിനമിത്. ഈ അസുലഭ സുരബില നിർവൃതിയിൽ പുതുമാരനണയുന്നു മാമ. ജീവിതത്തിൽ സങ്കടങ്ങൾ നൽകിയ കാലത്തെ മാപ്പിളപ്പാട്ട് പാടി മറക്കാൻ ശ്രമിക്കും. എന്നാൽ അത് നൽകിയ ജീവിത പാഠങ്ങൾ റാഫി ഒരിക്കലും മറക്കില്ല. പഠിച്ചും പരീക്ഷിച്ചും പകർത്തിയും തിരുത്തിയുമാണ് ജീവിതം മുന്നോട്ട് തുഴയേണ്ടതെന്ന് റാഫി പറഞ്ഞു. ജീവിതത്തിൽ സന്തോഷം കെടുത്തുന്ന ചിന്തകളും സാഹചര്യങ്ങളും ഒഴിവാക്കുകയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും തണലൊരുക്കിയാൽ ജീവിതം സന്തോഷകരമായി തീരും. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓട്ടോറിക്ഷയുമായി നിരത്തിലിറങ്ങും. ഒഴിവു സമയങ്ങളിലെല്ലാം പാട്ടുപാടി പഠിക്കും. തിരക്കിട്ട ജീവിതയാത്രയിൽ ആനന്ദകരമാക്കുന്ന നല്ല നിമിഷങ്ങളാണ് റാഫിക്കുള്ളത്. ജീവിതത്തിൽ ഏറ്റവും വലിയ പാഠങ്ങൾ സ്വന്തം അനുഭവങ്ങൾ തന്നെയാണെന്നാണ് റാഫി പറയുന്നത്.